ഇന്നത്തെ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ കണ്ടാലോ. ഏട്ടനൊരു 5:30 തന്നെ ഡ്യൂട്ടിക്ക് പോയി. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ എണീറ്റ്. എൻ്റെ ഒപ്പം തന്നെ കുഞ്ഞാപ്പി എണീറ്റു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചണിൽ പോയി ഫസ്റ്റ് ഒരു തൈറോയിഡിന്റെ മരുന്ന് കഴിച്ചു. ഇത് കുറയാനുള്ള എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. കാരണം എനിക്ക് കൂടി വരാണ്. ആദ്യം 50 പിന്നെ 75 ഇപ്പത്തെ 100 ഞാൻ കഴിക്കണേ ഗൈസ്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയാണ്. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതായി ഓയിൽ ഡിസ്പെൻസർ ആണ്. ഇത് ഒരു വർത്ത് ഐറ്റം ആണ് കേട്ടോ. ബിക്കോസ് നമ്മൾ ഓയിലൊക്കെ ഒഴിക്കുമ്പോൾ വലിയ ഹോളാണെങ്കിൽ കുറച്ചധികം ഓയിൽ നമ്മൾ ഒഴിക്കും. പക്ഷെ ഇത് വന്നിട്ട് ചെറിയ ഹോളാണ്. അപ്പോൾ നമ്മുടെ ഓയിൽ ഒഴിക്കണതിൻ്റെ നമുക്ക് കണക്കറിയാൻ പറ്റും. പിന്നെ ഈ നെക്സ്റ്റ് വന്നിരിക്കുന്നത് സ്പ്രേ ചെയ്യാനും പറ്റും, ഇതിൽ ഓയിൽ ഒഴിക്കാൻ പറ്റും. പക്ഷേ ഈ ഓയിൽ ഒഴിക്കാൻ പറ്റണത് ആ ഹോൾ കണ്ടു, അത് കുറച്ചധികം വലുതാണ്. സ്പ്രേ ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ ആക്ച്വലി എയർ ഫ്രയറിന് വേണ്ടി മേടിച്ചതാണ്, സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ചിക്കനൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഷുഗറിൻ്റെ ടീന് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ഭംഗിയായിട്ടോ അടുക്കളയിൽ ഇരിക്കുന്നത് കാണാൻ. ഇതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. അങ്ങനെ ആ സമയം കൊണ്ട് നമ്മളിതാ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ചായ വെക്കാം ഗൈസ്. പാലുണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ കട്ടൻ ചായ ആണ് വെക്കണത്. ഞാൻ പാൽ ചായ ആണെങ്കിലും കട്ടൻ ചായ ആണെങ്കിലും ഏലക്ക ഇടട്ടോ, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് നിങ്ങൾ ചെയ്യാറില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ എനിക്ക് അടുക്കളയിൽ നിന്നിങ്ങനെ വെറുതെ പണി ചെയ്യുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഒന്നല്ലെങ്കിൽ ഞാൻ വല്ല പാട്ട് വെക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ മൂവി എക്സ്പ്ലനേഷൻസ് ഉണ്ടല്ലോ, കഥ സ്വരുട്ടുമ സാർ, മൂവി മാനിയ, SR വോയിസ് എക്സ്പ്ലനേഷൻ, മല്ലു എക്സ്പ്ലെയിനർ, ഇവരുടെയൊക്കെ കാണാറുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ ഇവരുടെയൊക്കെ സ്ഥിരം പ്രേക്ഷകരാണ്. ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനും കുഞ്ഞാപ്പിയും കഴിച്ചു കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതിലേക്ക് ഇരുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ദീപ്തി ചേച്ചിയുടെ വീട്ടിലേക്കാണ്. ഇവിടെ ഓണപ്പരിപാടി ഞങ്ങളൊരു ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. സോ അതൊക്കെ ഞാൻ ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്യും. അപ്പോൾ മോള് പ്ലേ സ്കൂളിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളെ വേണ്ടി കാത്തിരിക്കായിരുന്നു കുഞ്ഞാപ്പി. അപ്പോൾ അവന് വന്നപ്പോൾ കുഞ്ഞാപ്പിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഡാൻസ് ഒക്കെ തിരിച്ച് വീട്ടിൽ പോകുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.